ബ്ലൂമിംഗ് ഹോമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പാലക് പനീറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. തിളയ്ക്കാൻ വേണ്ടി അതിനകത്തേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയിപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മൾ പാലക് ചീര. ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ വണ്ണമുള്ള തണ്ടെല്ലാം ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് ബ്ലാഞ്ച് ചെയ്തെടുക്കുന്നതിനാണ്. അപ്പോൾ ഉപ്പിട്ടത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഇലയുടെ നിറം മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടത്. ഇതൊന്ന് ബ്ലാഞ്ച് ചെയ്ത് അപ്പം തന്നെ നമുക്ക് എടുത്തൊന്ന് ഇത് പച്ച വെള്ളത്തിലേക്ക്, തണുത്ത വെള്ളത്തിലേക്ക് ഇടേണ്ടതാണ്. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എത്രയും നല്ലത്. അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് വാട്ടി ഒന്ന് എടുത്ത് ഉടനെ തന്നെ നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്യാം. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഇതുപോലെ തന്നെ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇങ്ങനെയാണ് ഒന്ന് പിഴിഞ്ഞെടുക്കേണ്ടത്. ലൈറ്റായിട്ടൊന്ന് കൂടുതലുള്ള വെള്ളമൊന്ന് പിഴിഞ്ഞ് മാറ്റിയാൽ മാത്രം മതി. ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് അരയ്ക്കുന്നുണ്ട്. എരിവൊന്നും കൂടുതലില്ലാത്ത പച്ചമുളക് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാളയും 3-4 വെളുത്തുള്ളി എല്ലിയും കൂടിയാണ് വേണ്ടത്. ഞാനിവിടെ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറിൻ്റെ കൂട്ടത്തിൽ അല്പം കുക്കിംഗ് ഓയിൽ കൂടി ചേർത്തിട്ടുണ്ട്. ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ സാധാരണയുള്ള കുക്കിംഗ് ഓയിലോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഉള്ളത് കാരണം ഇത് ചേർത്തു എന്ന് മാത്രം. ടേസ്റ്റും കൂടിയാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ, ബട്ടറും നെയ്യും ഒക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും ഇതൊക്കെ ഒന്ന്, ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം വേകണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് നിന്നും പച്ച കടിക്കുന്നത് പോലെ തോന്നും. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 200 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരച്ചുകൊണ്ട് വന്ന് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഈ ജാറിലേക്ക് തന്നെ അടുപ്പത്തേക്ക് ചെയ്യുന്ന ഇതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പനീർ കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഒന്ന് ഗരം മസാലയും 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ ഇതുകൂടി ചേർത്ത് 1 സെക്കൻഡ് നേരം പാത്രം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യുക. 1 മിനിറ്റ് അടച്ചു വയ്ക്കേണ്ട കാര്യമേ ഉള്ളൂ. വേവിക്കാനൊന്നുമില്ല, വേകാനും ഒന്നുമില്ല. പരുവമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും ചെയ്യേണ്ട, സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എപ്പോൾ വേണമെങ്കിലും ചപ്പാത്തിക്ക് കൂടെ നമുക്ക് കഴിച്ചു കഴിഞ്ഞൊരു ഹെവി തന്നെ എന്ന് പറയാം. ഇത് രണ്ടും കൂടി ആകുമ്പോൾ പെട്ടെന്നൊന്നും വിശപ്പ് വരാത്ത ഒരു ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. ചപ്പാത്തിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഈ പാലക് പനീർ കൂടി ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബായ്.